പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, ആ എടാ മോനെ എന്ന് വിളിക്കുന്ന ഒരു രംഗമില്ലേ സിനിമയിലെ ഒരു 2-3 പടങ്ങൾ അല്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രി മൊത്തം പൂട്ടിക്കെട്ടിയാലും ഈ പറഞ്ഞ സിനിമകൾ നമുക്ക് നിർത്താൻ പറ്റില്ല. ലോകത്ത് എന്തുമാത്രം സിനിമകളുണ്ട്. കൊറിയൻ പടത്തിലൊക്കെയുള്ള വയലൻസ് കുട്ടികളെ കാണാതിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റും, നമ്മുടെ പെർമിഷൻ ഒന്നും വേണ്ട. അവരുടെ മൊബൈലിൽ അവർക്ക് കിട്ടും. ഇനി അവരുടെ മൊബൈൽ പൂട്ടി വെച്ചാലും അവർക്ക് വേറെ ആക്സസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാണ് നിങ്ങൾ അവസാനമായിട്ട് ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ ഐ കോൺടാക്റ്റോടുകൂടി സംസാരിക്കും. നമ്മൾ നമ്മുടെ മൊബൈലിൽ തൊടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പിള്ളേർക്കൊരു മൊബൈൽ കൊടുക്കുക, ചില പഴയ മൊബൈൽ കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ മൊബൈൽ മേടിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ പ്രൈവസിയിലോട്ട് കിടക്കല്ലേ. പേരന്റിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രീയത്തിന്റെ ഒരു കൊലപാതകം എന്ന് മാത്രമല്ല, നമുക്കറിയാം കോളേജ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ കാണിച്ചു കൊടുക്കുന്ന ഗുണമാണ് എന്താണ്? പഴശ്ശിരാജ എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂട്ടി അഭിനയിക്കും എത്ര പേരെ വെട്ടിക്കൊല്ലുന്നു. എന്താരും വാളെടുത്തുന്നാലും വെട്ടാൻ പോരുന്നു. ജുവനൈൽ ആക്ടിന്റെ അകത്ത് മാറ്റം വരും. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നിയമം നൽകുന്ന സുരക്ഷകൾ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നിയമത്തിലാണ് ഭേദഗതി വരുത്തേണ്ടത്.